ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് തൃശ്ശൂര് പോവാണ് കേട്ടോ. അയ്യോ, അവിടെ നിർത്തിയില്ല, കഴിഞ്ഞു. ഇനി അടുത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ സ്പോട്ട്, അവിടെ നിർത്താവേ. ഞങ്ങള് പോണ വഴിക്ക് കുറച്ച് ചിപ്സ് ഹംനയും കൂടി ഉള്ളതുകൊണ്ട് കുറെ നേരം നമ്മൾ വണ്ടിയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പൊ ഹംനാന ഇങ്ങനെ ഇടയ്ക്ക് ഒതുക്കി ഇരുത്താനും പിന്നെ ഞങ്ങളുടെ നേരം പോകുന്നത് ഞാനും ഹംനയും കട്ട പോസ്റ്റ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടെ നിർത്താന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഹോട്ട് ചിപ്സ് എഴുതി വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ പോയി അങ്ങോട്ട് എത്തുമ്പില്ലേ അറേബ്യൻ പാലസിന്റെ അവിടെ പോയി മിക്കവാറും ഞങ്ങൾ എത്തേണ്ട സ്ഥലത്തിട്ട് അതിന്റെ അടുത്ത് വല്ല ബേക്കറി ആയിരിക്കുള്ളൂ തപ്പടത് കേട്ടാ. ഹംന എന്താ മിണ്ടാതിരിക്കണേ? അയ്യേ, വായി കൈ വെക്കണ. ഹംനയുടെ കണ്ണെഴുതിട്ടേ, കണ്ണല്ല പുരുക എഴുതിയിട്ട് അങ്ങനെ സെറ്റായില്ല. ഓ, വ്ലോഗ് എടുത്തപ്പോ ഭയങ്കര ജാടം, മൈൻഡ് ചെയ്യണില്ലല്ലോ. ഹലോ, ഓ അഭിനയം നോക്കിയോള. അബ്ബോ, അബ്ബ ആരുടെയാണ് ഹംന? അബ്ബ ആരുടെയാണ്? അബ്ബ ആരുടെയാണ്? ഉമ്മയുടെ അല്ലേ അബ്ബ? ഉമ്മയുടെ അബ്ബ. ഓക്കെ. ഹംനയുടെ ആരാ? ഹംന ആരുടെയാണ്? ഹംന ഉമ്മയുടെ അബ്ബയുടെയാണോ? ആരുടെയാണ്? തല്ല് പിടിക്കണ. അവളെന്നെ തല്ലാൻ നോക്കണു. നിക്ലിയാക്കൂടി, ഞാൻ നിക്ലിയാക്കൂ. അവിടെ കയറാം, ചിപ്സ് പാർക്കിൽ കയറാം. അപ്പതേ നമ്മള് തൃശ്ശൂര് തലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇക്കാക്ക് ഇന്നൊരു എക്സാം ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ വരാനുള്ള റീസൺ. അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് വേറെ കുറച്ച് മീറ്റപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴിയെ പറയാം. അപ്പൊ ഹംനതേ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം ചെറിയ വാശിയും ഇങ്ങനെ ഇറിറ്റേറ്റഡ് ഒക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. ഈ ചിപ്സും വെള്ളമൊക്കെ കുടിച്ചിട്ട് അശക്തി ഉറങ്ങിയിട്ടുണ്ട്. ഇക്കാക്ക് അങ്ങോട്ടേക്ക് ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയേക്കാണ്. ഹംനാനൊന്ന് ബാക്കിലേക്ക് കിടത്തണം. നമ്മൾ തലേണ്ണയും സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹംനാനൊന്ന് ബാക്കിലേക്ക് കിടത്തണം. ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ അടുത്ത് തന്നെയുണ്ട് സ്കൂള് വന്നേക്കണത്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കണുണ്ട്. നല്ലൊരു ഏരിയയിലാണ് ഇപ്പൊ നമുക്ക് കാർ പാർക്കിങ് കിട്ടിയേക്കണത്. അറിയില്ല ഇനി ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുമോ എന്താകും എന്നൊക്കെ ഉള്ളത്. ഇക്കാക്ക അപ്പൊ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പുറത്തേക്ക്. ഇക്കാക്കത്തെ സ്കൂളിനകത്തൊക്കെ പോയിട്ട് ക്ലാസ് റൂം എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഹംന ഉറങ്ങിയല്ലോ. ഹംന ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഉറങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഉറക്കം എന്താ ഇപ്പോഴാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് നേരം ഉറങ്ങുന്ന ഉറക്കാണ്. അപ്പൊ ഒന്ന് കംഫർട്ടായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്ത് നമ്മൾ വീട്ടിൽ നിന്ന് തലേണയൊക്കെ എടുത്ത് കാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്ക വന്നിട്ട് ബാക്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഹംനാൻ അങ്ങോട്ടേക്ക് കിടത്താണ്. സമയം ഇപ്പൊ 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30-ക്കാണ്. അപ്പൊ ഹംനാനെ മാറ്റി കിടത്തുന്ന സമയത്ത് ഹംന ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്കൊന്ന് തട്ടിക്കൊടുത്ത പാശ്ചാത്യ വീണ്ടും ഉറങ്ങിട്ടോ. ഇതൊരു നല്ലൊരു ഉറക്കം ഉറങ്ങുന്ന സമയമായതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ചുറ്റും അവളൊന്നും അറിയാറില്ല. ഈ ഒരു ഉറക്കം, ഒരു ഒറ്റ ഉറക്കം അത് കംഫർട്ടായിട്ട് 1 മണിക്കൂറോളൊക്കെ ഉറങ്ങും കേട്ടോ. ഞാൻ പിന്നെ ചിപ്സ് വാങ്ങിക്കാൻ കയറിയ സമയത്ത് കുറച്ച് ജീരക മിഠായിയുടെ ഈ ഒരു ഡബ്ബയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയിൽ കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഈ എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഡയറി മിൽക്ക്
മിൽക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. ഈ ജീരകമിഠായി വാങ്ങിയത് വേറെ ഒന്നുമല്ല, ഹംനാക്ക് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ വായിലൊക്കെ ഇട്ട് കൊടുക്കാം, എനിക്കും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാം, ഇക്കാക്ക് പിന്നെ എക്സാമിന് പോകുന്നതിന് മുന്നേയും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. ഹംനാനെ സെറ്റപ്പ് ചെയ്തിട്ട് ഇക്കാക്കൊന്ന് വാഷ്റൂമിലേക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ജീരകമിഠായിയൊക്കെ വായിലിട്ടിട്ട് ഒരു 2 മണിക്കൂറിന് മേലെയായി വീട്ടിൽ നിന്ന് കയറിയപ്പോൾ ഇരിക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ ഒന്ന് ചുറ്റൊന്ന് നടക്കാം, ഒന്ന് കാലൊക്കെ ഒന്ന് റിലാക്സ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പരിചയമില്ലാത്തൊരു സ്ഥലമായതിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നണില്ല കേട്ടോ. കാരണം ഫുൾ ആക്റ്റീവ് ആണ്, അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും തോന്നിയില്ല. കാരണം അവിടെ ഗ്രൗണ്ടിൽ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ അവിടെ നിന്ന് ജീരകമിഠായി ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോഴേക്ക് ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക ഇനിയിപ്പോൾ എക്സാമിന് കയറുന്ന സമയമായിട്ടുണ്ട്, ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇക്കാക്ക വന്ന് ഫ്രഷ് ആയി ഒന്നും കൂടി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഹോൾ ടിക്കറ്റും ID കാർഡും പേനയൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കൊടുത്ത് ഇക്കാടുത്ത് പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലസ് ചെയ്തിട്ട് വിടാണ്. അപ്പോൾ ഇക്കാക്ക് എക്സാമിന് കയറാൻ പോവാണ്. ഹേ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ച് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം സമയം ഒരു 2:15 ആയിട്ടുണ്ട് കേട്ടോ. 2:15 ആയിട്ടുണ്ട്. 3:30 വരെയാണ് ഇക്കാക്ക് എക്സാം ഉള്ളത്. ഹംന ഉറങ്ങാണ്. ഹംന എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ പുറത്തൊക്കെ കൊണ്ടുനടക്കേണ്ട ഒരു നല്ല വെയിലുണ്ട്. അപ്പൊ പിന്നെ ഉറങ്ങണത് തന്നെയാണ് നല്ലത്. ഒരു 3 മണി വരെ ഹംന ഉറങ്ങിയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കുറെ നേരമായി ഈ ചിപ്സ് ഒക്കെ കഴിച്ചത്. ചിപ്സ് ഇത്ര ആയിട്ടുണ്ട്. ചിപ്സ് കഴിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ നമ്മുടെ ജീരകമിഠായി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കുറച്ചൊക്കെ കഴിച്ചു. അതിനിടയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അപ്പൊ അത് എഡിറ്റ് ചെയ്തു, പോസ്റ്റ് ചെയ്തു. പിന്നെ ഹയാസിനെ വിളിച്ചു വീട്ടിലേക്ക്, എൻ്റെ ഉമ്മച്ചിനെ വിളിച്ചു. ഹയാസ് അവിടെ ഓക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഹയാസിന് പിന്നെ നമ്മൾ സ്ഥിരം ഇങ്ങനെ പോണോണ്ട് അങ്ങനെ പരിഭവവും പരാതിയൊന്നും ഇല്ല കേട്ടാ. ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴൊന്നും കൊണ്ടുപോയി കൊടുക്കാറില്ല. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ലോകമൊക്കെ പോരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കില്ല. അപ്പൊ അവൻ കൂടെ ഇല്ലാണ്ടാവുമ്പോൾ അങ്ങനെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഫുഡൊക്കെ കഴിക്കാൻ കയറുമ്പോൾ. അപ്പൊ അവനിക്ക് എന്തായാലും എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പൊ 2:15 ഇനി ഒരു 1.25 മണിക്കൂറും കൂടിയും എന്തായാലും പോസ്റ്റാണ്. പുറത്ത് നല്ല വെയിലുണ്ട്. രാവിലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ മഴ പെയ്യാൻ നിൽക്കണായിരുന്നിട്ട്. ഞാൻ അലക്കിയ തുണിയൊക്കെ വിരിക്കാനായിട്ട് എനിക്ക് അങ്ങനെ പേടിയായി. ഇനി പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൊ തന്നെ എടുക്കേണ്ട വരുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ സൈഡിലേക്ക് ഇട്ടിട്ടാ പോകുന്നത് തുണിയൊക്കെ. പക്ഷെ ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ അവിടെയും അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്തും വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ കാറിലിങ്ങനെ AC ഇട്ട് ഞാനിങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരിക്കുന്നു. ഹംന എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതെന്തായാലും ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം പുറത്തൊക്കെ നടക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ചർച്ചിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്കൂള്. അപ്പൊ ഇവിടെ കുഞ്ഞു ഗാർഡനൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതേ ഈ ഫ്രണ്ടിൽ കണ്ട ഗാർഡനാണ് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. മുസാണ്ടയാണ് അത് ഈ നിൽക്കുന്നത്, മുസാണ്ടയാണ്. കുഞ്ഞിതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിറച്ച് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്തായാലും നല്ല രസമുണ്ട്. വെയിലൊന്നും ഇല്ലെങ്കിൽ സൂപ്പർ ആയിരിക്കും അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട്. കുറച്ചേരം ഞങ്ങൾ വന്ന സമയത്ത് വെയിലൊക്കെ ഇങ്ങനെ താന്ന് കയറുന്നു, അപ്പൊ ഇങ്ങനെ അവിടേക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് ബാക്കിലല്ല, എന്റെ ബാക്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കയറി വരുമ്പോ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഫുട്ബോൾ മാച്ച് എന്തോ നടക്കണ്ടെന്ന് തോന്നുന്നു. കുറെ പിള്ളേർ കിടന്ന് ഓടുന്നുണ്ട് ഒരു ബോളും കൊണ്ട്. അപ്പൊ ഹംനവിടെ കയ്യും കാലൊക്കെ പൊക്കണുണ്ട്. കുറച്ചേരം കൂടി ഉറങ്ങട്ടെ എന്തായാലും. ഞാനിവിടെ ഇരുന്ന് സംസാരിച്ച് അവള് വേഗം എഴുന്നേക്കും. അപ്പൊ നമുക്ക് കുറച്ചേരം കൂടി കഴിഞ്ഞിട്ട് കാണാം. ചിരിക്കടി ചിരിക്കടി. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ പയ്യെ സൗണ്ട് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ കുറച്ചിരുന്ന് ഫോണില് വീഡിയോസ് ഒക്കെ കാണാനുണ്ടാവും. അതിനിടയില് ഭയങ്കര വെയില. അപ്പൊ വെയിലടി കൂടിയപ്പോ ഞാനിവിടെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഹംനയുടെ ടർക്കിയാണ്, അപ്പൊ അതൊക്കെ ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുത്തിനി കൂടുതലായിട്ട് വെയിലടിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പൊ ഞാൻ പയ്യെ നോക്കിയപ്പോഴേ ബാക്കിൽ ഇരുന്നിട്ട് ഭയങ്കര ചിരി. ഞാൻ കാണുന്ന വീഡിയോസ് അവൾ അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കയാണ്. അശാത്തി എണീറ്റിട്ട് ആരെ നോക്കണേ വിശക്കണ്ടോ? ഇനിയിപ്പൊ എനിക്ക് എന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 2:26, 2:30 ആണ്. മൂപ്പത്തിയാരെ എണീറ്റിട്ട് അബ്ബേനെ നോക്കിയാണെന്നാ തോന്നണേ. ആരെ നോക്കണേ? ഹംന അബ്ബേനെ നോക്കിയാണ്. അബ്ബ എക്സാമിന് പോയി, ടാറ്റ പോയി. അബ്ബ നമ്മ മാത്രമേ ഉള്ളൂ. ഹംന എന്തൊരു ചേലാണ്, നെഞ്ചില് നീയാണ്, എന്റെ കിനാവാണ്.
ഹംന 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 ബാക്കിൽ പണിയിലാണ്. ഇനിയിപ്പോ കുറച്ചേരം അവിടേക്ക് ഇരുന്നോളും. പിന്നെ നമ്മുടെ കുറെ വീഡിയോസ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണ്ടിട്ടാ, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ പറ്റി അറിയണം എന്നുള്ള ആളുകൾ നമ്മളോട് കുറെ വീഡിയോസ് കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കണ്ടേ, ഇതിനെപ്പറ്റി ചെയ്യൂ അതിനെപ്പറ്റി ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് എനിക്കാണ് ഫാമിലി ആണ് കൂടുതലും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് കുറെ നാളായിട്ട് പറയുന്ന ഒരു വ്ളോഗാണ് നമ്മുടെ ലൈഫ് സ്റ്റോറി. അപ്പൊ അതൊക്കെ വീണ്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് റിപ്പീറ്റഡ്ലി. ഞാൻ കമന്റ്സ് എല്ലാം കാണുന്നുണ്ട്. വീഡിയോ എന്തായാലും ഞാൻ മാക്സിമം അടുത്ത് തന്നെ ഇടാൻ ശ്രമിക്കുന്നതാണ്. കാരണം കുറച്ച് തിരക്കുകൾ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഹയാസിന്റെ സ്കൂള് തുറക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ അത്യാവശ്യം സ്കെഡ്യൂൾഡ് ആണ് കാര്യങ്ങള്. നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആണ്. കുറെ ഓട്ടങ്ങളുണ്ട്, അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിങ്ങൾ ആവശ്യപ്പെട്ട ആ വീഡിയോസിന് അതെങ്ങനെ എടുക്കണം, എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് കുറച്ച് ടൈം വേണം. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഓഫീസിൽ പോകുമ്പോഴൊന്നും ഹംനാനെ ഹയാസിനെയും മോസ്റ്റ്ലി കൊണ്ടുപോകാറില്ല. അവരെയും കൂടി എനിക്ക് കംഫർട്ട് ആക്കിയിട്ടൊക്കെ വേണം ഈ പറയുന്ന വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇക്കാക്ക വേണം. ഞാൻ പ്ലാൻ ചെയ്ത ലെവലിൽ എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇക്കാക്ക വേണം. ഇക്കാക്കാന്റെ അവൈലബിലിറ്റി നോക്കണം. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ചെറിയൊരു ഡിലേ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസിന്. അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് അതെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ. ആരും ഞാനത് പറയുന്നില്ല ചെയ്യുന്നില്ല എന്ന് ഓർത്ത് ആരും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കരുത്. ഇനി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അധികം വൈകാതെ ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ്. എനിക്ക് ആ ചിപ്സ് ഒക്കെ കഴിച്ച് ഏമ്പക്കം വന്നു, വയറ് തുറന്നു തോന്നുന്നു. പക്ഷെ വിശക്കുന്നുണ്ട് ചെറുതായിട്ട്, തലവേദന വന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോ ചെറിയ രീതിയിലൊരു ഇതൊക്കെ വരും. എനിക്ക് വരാറുണ്ട് കേട്ടോ, തലവേദനയൊക്കെ പോലെ വരാറുണ്ട്. വണ്ടി ഇനി എന്തായാലും ഓഫ് ചെയ്തിട്ടായിരുന്നു. കുറെ നേരമായി, 2:30 1:30 ഇപ്പൊ 1:15 ഇപ്പൊ ഓൺ ചെയ്തിട്ടേക്കുണ്ട്. വണ്ടി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാലോ. ഞാൻ ലോക്കൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത്. ഹംന നോക്കണം. എന്താ ഹംന ക്യാ ബാത്തേ? ഹലോ ഹലോ ഗൈസ്. ഹായ്. ഹംന ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോ ഭയങ്കര ആക്റ്റീവാണ്. ഹംന ജനിച്ചപ്പോ മുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ കാണും. ജനിച്ചപ്പോ അല്ല, ജനിക്കണേന് മുന്നേ തൊട്ട് ഉമ്മി വ്ളോഗ് ചെയ്യണതും കാര്യങ്ങളൊക്കെ ഹംന കാണുന്നോണ്ട് ഹംന ഓക്കെയാണ് ഈ ഒരു കാര്യത്തില്. ഹലോ, സീറ്റൊക്കെ കുത്തി പൊളിക്കണോ? അബ്ബ വരുമ്പോ സീറ്റൊക്കെ ഉണ്ടാവോ? ഏയ് ഹലോ, ഹംന ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഒരു മൈൻഡും ഇല്ല. ഹായ് പറഞ്ഞേ ഹംന. ഹംന ഒരു ടാറ്റു കൊടുത്തേ, ഒരു ഫ്ലൈങ് കീസ് കൊടുത്തേ. ഹംന, ഹംനാനൊക്കെ കൊറേ ആളുകൾക്ക് ഇഷ്ടാണ്. ഹംന ഒരു ഫ്ലൈങ് കീസ് കൊടുക്കോ? ഹംന, ഹംനാന്റെ ഒക്കെ കൊറേ ഫാൻസ് ഉണ്ട്. ഹംന ഹംന നോക്കണേ ഇല്ല ആശാത്തി. ഇനിയിപ്പോ ഒരു മണിക്കൂറും കൂടി കട്ട പോസ്റ്റ്. വെയിറ്റിംഗ് ഫോർ ഇക്കാക്ക. ഞാനും ഹംനയും കൂടി കാറിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹംന കുറെ നേരമായില്ല അതിൽ തന്നെ ഇരിക്കണേ, ഞാനും കുറെ നേരമായി. അപ്പൊ ഞങ്ങൾ ഇവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ചിരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ടില് ക്രിക്കറ്റ് കളി കിടക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഫുട്ബോൾ ആയിരുന്നു കേട്ടോ, ഇപ്പൊ ക്രിക്കറ്റ് കളി ആയിട്ടുണ്ട്. അപ്പൊ അവിടെ അത് കളിക്കുന്നുണ്ട്. അപ്പൊ ഹംന ഇങ്ങനെ ഇറങ്ങിയപ്പോ നല്ല സന്തോഷമുണ്ട്. ഹംനക്ക് വെയിലും വെട്ടമൊക്കെ കണ്ടതിനപ്പോ ഇവിടെ ഒരു തണലുണ്ട് കേട്ടോ, ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാറ്റൊക്കെ വീശുന്നുണ്ട്. കാറിൽ തന്നെ ഇരുന്ന് ഇനി ഡള്ളാവുണ്ടല്ലോ എന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങിയേക്കണേണ്. ഇതാണ് കേട്ടോ സ്കൂൾ. ഇതിന്റെ ഉള്ളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ട്. ഇത് ഫ്രണ്ട് ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയാണ് ഇക്കാക്ക് എക്സാം. അമ്മയ്ക്ക് ഇപ്പൊ 3:20 കേട്ടോ. ഒരു 10 മിനിറ്റും കൂടി ഉള്ളൂ എക്സാം ഇക്കാക്ക്. ഞാനും ഹംനയും കൂടി ഇവിടേക്ക് കുറെ നേരം നടക്കുന്നത്. വെള്ളമൊക്കെ കൊടുത്തു ഹംനാക്ക്. ഇപ്പതേ ചിപ്സ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഹംന ഡബിൾ ഹാപ്പി അല്ല, ട്രിപ്പിൾ ഹാപ്പിയാണ് കേട്ടോ ഇവിടെ വന്നിട്ട്. അല്ലേ ഹംന? ഹംന ഇവിടെ ഫുള്ള് ഇങ്ങനെ എക്സ്പ്ലോറിങ് ആണ് കേട്ടോ.
ഇപ്പൊ ഇവിടെ ഒരു തണലൊക്കെ ഉണ്ട്. ആ ഒരു തണലിന്റെ സൈഡിലാണ് നമ്മൾ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പള്ളിയുടെ അവിടെയൊക്കെ പോയിരുന്ന് പിന്നെ ഈ ഗാർഡന്റെ ഇവിടെയൊക്കെ നടന്ന് നല്ല രസമുണ്ട്. എന്തായാലും ഹംന ഭയങ്കര എൻജോയിങ് ആണ് കൂടെ വന്നതില് അല്ലേടി. ഹായ് പറഞ്ഞേ. ആരാണ് അവിടെ ആരാണ്? ഹംന ഹായ് പറഞ്ഞേ. അബ്ബാനെ വിളിച്ചേ. അബ്ബാ. ഞങ്ങൾ അബ്ബാനോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബ്ബ വന്നിട്ട് വേണം പോയി നേരെ ഫുഡ് കഴിക്കണം. എനിക്ക് വിശക്കുണ്ട്. അയ്യോ ഇനി അബ്ബ വരട്ടെ. തുറക്ക് പോവാ. എന്തേ വെള്ളം കുടിച്ച് മതിയാകില്ലേ? അവിടെ കയ്യൊന്ന് ആ വെള്ളത്തിൽ വെച്ചിരുന്ന് കഴിച്ചോടത്തെ എവിടെയൊക്കെ തൊട്ടേക്കായിരുന്നു. അബ്ബാനെ കണ്ട സന്തോഷത്തിലാണ്ട ഹംന. അബ്ബനോട് എടുക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ബയുടെ എക്സാം എഴുതിയപ്പോ ഹംനാക്ക. ഓക്കെ അപ്പൊ ഇനി എന്തായാലും ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഇക്കാര്യത ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാണ്. ഊണൊന്നും കിട്ടൂലല്ലോ ഇനിയിപ്പോ എന്തായാലും ഇത്രയും സമയമായില്ലേ. അപ്പൊ ഇനി എന്തെങ്കിലും കാര്യമായിട്ട് ഭക്ഷിക്കട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. സമയം ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹംനയാണെങ്കിൽ ഫുഡ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ കയറിയ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫീഡിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹംനാനെ നന്നായിട്ട് ഫീഡൊക്കെ ചെയ്തു. അപ്പോൾ ഇനി പോകുന്ന വഴി വലിയ കലഹങ്ങളൊന്നും ഇല്ലാതെ ഹംന ഇരുന്നോളും. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തൃശ്ശൂർ മന്തി മഞ്ചൽ എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് മന്തി കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്കമാലിയൊക്കെ എത്താറായപ്പോഴേക്കും ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർക്ക് പോയപ്പോൾ തന്നെ കുറച്ച് ഒഫീഷ്യൽ മീറ്റപ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിട്ടോ. ഇക്കാക്ക് നല്ല രീതിയിൽ അലർജിയുടെ കോൾഡ് ഉണ്ടായിരുന്നു. സംഭവം തുടങ്ങിയിട്ട് 2-3 ദിവസമായി. പിന്നെ എക്സാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ടൈം ഡിലേ ആയതുകൊണ്ട് നമ്മൾ ഈ ഒഫീഷ്യൽ മീറ്റപ്സ് എല്ലാം പോസ്റ്റ്പോൺ ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഇതേ അങ്കമാലി ആവാറായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഓഫീസിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അതാണ് ഇനി നമ്മുടെ പ്ലാൻ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.